ഒരുപാട് yes. So good morning once again. Thank you so much for this opportunity. ഒരുപാട് നാളുകൾക്ക് ശേഷമുള്ള പ്രിപ്പറേഷന് ശേഷമാണ് ലെവലപ്പ് എന്ന് പറയുന്ന ഈ ഒരു കമ്മ്യൂണിറ്റി ഇവിടെ ഓപ്പൺ അപ്പ് ആകുന്നത്. അപ്പോൾ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വന്നിരിക്കുന്ന എല്ലാവരെയും ഞാൻ എന്ത് ചെയ്യാണ്, വൺസ് അഗെയിൻ ഐ വെൽക്കം ഓൾ ഓഫ് യു. ആൻഡ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എന്താണ് ലെവലപ്പ് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അത് രഞ്ജിത്ത്, അത് നമ്മൾ എല്ലാവരിലേക്കും എത്തിച്ചിരുന്നോ? അതെ, എത്തിച്ചിട്ടുണ്ട്. ഓക്കെ. സോ ആ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർ എത്ര പേരുണ്ട്? ഒന്ന് കമന്റ് ചെയ്യാവോ? ആ ഒരു വീഡിയോ എന്താണ് നമ്മുടെ പ്രോഗ്രാം എന്നുള്ള ഒരു വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർ മീ എന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് കമന്റ് ഡൗൺ മീ. അതിന്റെ ലിങ്ക് ആണ് ഷെയർ ചെയ്തിട്ടുള്ളത് അല്ലേ? ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? അതെ, ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. സോ അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരാൾക്ക് പകരം ഇപ്പോൾ നിങ്ങൾ പുതിയ ഒരാളെ കേൾക്കുന്നുണ്ടാവും അല്ലേ? അദ്ദേഹത്തിന്റെ പേരാണ് രഞ്ജിത്ത്. അദ്ദേഹം നമ്മുടെ ടീമിലുള്ള പുതിയൊരു മെമ്പറാണ്. ദെൻ വി ഹാവ് ശരത്ത് നമ്മുടെ കൂടെയുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ള കുറേ മെമ്പേഴ്സും നമ്മളുടെ കൂടെ ബാക്ക് എൻഡിൽ പ്രവർത്തിക്കുന്നുണ്ട്. പുതിയതും പഴയതുമായിട്ടുള്ള ഒരുപാട് നല്ല സുഹൃത്തുക്കൾ ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന ഒരു പുതിയ പ്ലാറ്റ്ഫോമാണ് സ്കൈലർ എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോം. സോ സ്കൈലർ എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൽ ലെവലപ്പ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി നിങ്ങളുടെ ഒരു വിസ്ഡം പാർട്ണറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളിലേക്ക് നല്ല നോളജ്, നല്ല അറിവുകൾ, നല്ല ട്രാൻസ്ഫോർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നമ്മളിത് ആരംഭിക്കുന്നത്. സോ ഐ എം റെഡി, ലെറ്റ്സ് ബിഗിൻ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് നമ്മളൊരു ലൈവ് മെഡിറ്റേഷൻ ആണ് നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് ഡേ 1. എന്നിട്ട് ആ മെഡിറ്റേഷന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഒരു ക്ലാസ് ഉണ്ടാകും. അപ്പോൾ ഇന്നിവിടെ എത്തിച്ചേർന്നത് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഐ ആം ലക്കി എന്ന് കമൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ILCK എന്ന് കമൻറ്റ് ചെയ്യുക. ILCK, ജസ്റ്റ് കമൻറ്റ് ഡൗൺ ILCK. ഓക്കെ, അതിന് ഉദ്ദേശിക്കുന്നത് ഐ ആം ലക്കി എന്നുള്ളതാണ്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ILCK, ജസ്റ്റ് കമൻറ്റ് ഡൗൺ ILCK. ഓക്കെ, ILCK, ഐ ആം ലക്കി എന്നുള്ളതിനാണ്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ തികച്ചും ലക്കിയാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നിങ്ങളിവിടെ പങ്കെടുക്കുന്ന സമയത്ത്. ഓക്കെ, അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്ന ഇന്ന് നൽകാൻ പോകുന്ന മെഡിറ്റേഷൻ, ഇറ്റ്സ് വെരി വെരി ബ്യൂട്ടിഫുൾ മെഡിറ്റേഷൻ. നമ്മൾ നോർമലി നമ്മുടെ അഡ്വാൻസ് പ്രോഗ്രാമിലൊക്കെ നൽകുന്ന തരത്തിലുള്ള ഒരു മെഡിറ്റേഷനാണ് നിങ്ങളിലേക്ക് ഇന്ന് എത്തിക്കാൻ പോകുന്നത്. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് തിങ്. ഡേ 1 ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാർക്കുള്ളൊരു ഗിഫ്റ്റാണ്. സോ എല്ലാവരും റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്വസ്ഥമായിട്ട് റെഡി എന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് റെഡി ആൻഡ് എക്സൈറ്റഡ് എന്നുള്ളതിന് RE എന്ന് കമൻറ്റ് ചെയ്യും. ജസ്റ്റ് കമൻറ്റ് ഓൺ RE. റെഡി ആൻഡ് എക്സൈറ്റഡ്, ജസ്റ്റ് കമൻറ്റ് ഓൺ RE. ഓക്കെ, RE. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ആരെങ്കിലുമൊക്കെ ഇൻവൈറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് ഇൻവൈറ്റ് ചെയ്തോളൂ. കാരണം ഈ ഒരു മെഡിറ്റേഷൻ ചിലപ്പോൾ അവർ ഇതുവരെ പങ്കെടുത്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മളുടെ അഡ്വാൻസ് പ്രോഗ്രാമിൽ മാത്രം നൽകുന്ന മെഡിറ്റേഷനാണ്. സോ ആർക്കെങ്കിലും ഇനി പങ്കെടുപ്പിക്കാനുണ്ടെങ്കിൽ ലിങ്ക് എത്രയും പെട്ടെന്ന് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തോളൂ. നിങ്ങളുടെ ഗ്രൂപ്പിലോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഒക്കെ ഷെയർ ചെയ്യുക, അവരെ അറിയിക്കുക, എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറയാം. നമ്മളൊരു 2 മിനിറ്റ്സ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യും. ആ 2 മിനിറ്റ്സിനുള്ളിൽ എന്ത് ചെയ്യുക, എത്തിക്കാൻ പറ്റുന്ന മാക്സിമം ആൾക്കാരിലേക്ക് നിങ്ങൾ എത്തിച്ചോളൂ. അവരോട് ജോയിൻ ചെയ്യാൻ പറയാം. വിൽ സ്റ്റാർട്ട് ഇൻ 2 മിനിറ്റ്സ്. അപ്പോൾ യു ആർ ലക്കി, യുവർ ഫാമിലി can also be lucky. Okay, it's a very special meditation, and we will be doing this, and you can experience that difference from normal meditations. Okay, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, എത്തിക്കാം. നമുക്ക് എന്ത് ചെയ്യാം, പതിയെ അതിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം തന്നെ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലം കണ്ടെത്തുക. സ്വസ്ഥമായിട്ടിരിക്കണം. എല്ലാവരും വീഡിയോയിൽ വരാൻ പറ്റുന്നവരെല്ലാവരും വീഡിയോയിൽ വരും. പ്ലീസ് ബിയർ ഇൻ വീഡിയോ. നമ്മുടെ ഈ ഒരു സെഷൻ, ഈ ഒരു പ്രോഗ്രാം സ്കൈലർ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൻ്റെ അണ്ടറിൽ നടക്കുന്ന ആദ്യത്തെ പ്രോഗ്രാം നമുക്കെന്ന് വെച്ചാൽ ഒരു വളരെ നല്ലൊരു പ്രോഗ്രാമാക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ട് വീഡിയോയിൽ വരാൻ പറ്റുന്നവരൊക്കെ വീഡിയോയിൽ വരിക. പ്ലീസ് ബിയർ ഇൻ വീഡിയോ. ആൻഡ് ലെറ്റ്സ് സ്റ്റാർട്ട് ദ മെഡിറ്റേഷൻ ഇമ്മീഡിയറ്റ്ലി. സോ പറഞ്ഞ പോലെ നല്ലൊരു സ്ഥലം കണ്ടെത്തുക. നട്ടിൽ നിവർന്നിരിക്കുക. കൈകൾ മടിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ജസ്റ്റ് ഓപ്പൺ കൈകൾ ഒരു ആംസ് ആക്കിയിട്ട് വെക്കാം. കൈകൾ ഇങ്ങനെ തുറന്ന് വെക്കുക. കൈകൾ തുറന്ന് വെച്ചിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, ഇരിക്കാൻ ശ്രമിക്കുക കേട്ടോ. കൈകൾ ഇങ്ങനെ തുറന്ന് മടിയിൽ വെക്കുക. കാലിൽ വെച്ചാൽ മതി. കൈകൾ ജസ്റ്റ് ഇങ്ങനെ മടിയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ പൊസിഷൻ. പിന്നെ മൂത്രമൊഴിക്കാനുള്ളവരൊക്കെ ഒഴിച്ചിട്ട് വരിക.
ഒന്ന് റിലാക്സ് ചെയ്യുക. അതേപോലെ തന്നെ ഒന്ന് വെള്ളം കുടിക്കാൻ, ദാഹം അങ്ങനെ എന്തെങ്കിലും ഉള്ള ആൾക്കാർ എന്ത് വെച്ചാൽ വെള്ളം കുടിക്കുക, ഒന്ന് റിലാക്സ് ചെയ്തിട്ടിരിക്കുക. ഓക്കെ. അപ്പോൾ റിലാക്സ് ചെയ്തിട്ടിരിക്കുക, റിലാക്സ് ചെയ്തിട്ടിരുന്ന് വളരെ കാം ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരുന്ന് നമ്മളുടെ മെഡിറ്റേഷനിലേക്ക് പോകുക. അതേപോലെ തന്നെ വസ്ത്രം ധരിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നിങ്ങൾ വളരെ ലൂസ് ആയിട്ടുള്ള വസ്ത്രം ധരിക്കുന്നുണ്ട്, ഡ്രസ്സുകളും ധരിക്കരുത്. ഓക്കെ. പിന്നെ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ചിന്തകൾ നിങ്ങളുടെ മനസ്സിനുള്ളിലേക്ക് വന്നേക്കാം. ആ ചിന്തകളുമായി പല ചിന്തകളും വന്നേക്കാം. നമുക്ക് ആവശ്യമുള്ളതോ ആവശ്യമില്ലാത്തതോ, അല്ലെങ്കിൽ നല്ലതോ ചീത്തയോ, അല്ലെങ്കിൽ പഴയതോ പുതിയതോ, അങ്ങനെ പല ചിന്തകൾ വന്നേക്കാം. നമ്മുടെ ചിന്തകൾ നമ്മൾ വിചാരിച്ചതുപോലെ ഒരു സ്ഥലത്ത് തന്നെ ഫോക്കസ് ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ക്ലിയർ ആക്കി നമ്മൾ എന്ത് ചെയ്യണം, അത്തരത്തിലുള്ള ചിന്തകൾ വരുന്ന സമയത്ത് പറയുക, എല്ലാ ചിന്തകളും നല്ല ചിന്തകളാണ്, ആ ചിന്തകളുമായിട്ട് യുദ്ധം ചെയ്യരുത് കേട്ടോ. ആ ചിന്തകളുമായിട്ട് യുദ്ധം ചെയ്യരുത്. റിലാക്സ്ഡ് ആയിട്ടിരിക്കുക, കാമായിട്ടിരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ നല്ല രീതിയിലേക്ക് നമ്മളുടെ ഒരു മെഡിറ്റേഷനിലേക്ക് ഇരുന്നിട്ട് എന്ത് ചെയ്യുക, ചെയ്യാൻ ശ്രമിക്കുക. സോ നിങ്ങളെല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു. പതിയെ നമുക്ക് എന്ത് ചെയ്യാം, മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി മെമ്പേഴ്സൊക്കെ നിങ്ങൾ ലിങ്ക് അയച്ചെന്ന് വിചാരിക്കുന്നു. ഉടനെ ചെയ്തോളൂ, സ്റ്റാർട്ട് ചെയ്തോളൂ. ആൻഡ് ലെറ്റ്സ് ബിഗിൻ നൗ. ഓക്കെ. ഇനി വൈകിക്കുന്നില്ല, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. പതിയെ സ്വസ്ഥമായിട്ടിരിക്കുക, റിലാക്സ്ഡ് ആയിട്ടിരിക്കുക കേട്ടോ. സ്വസ്ഥമായിട്ടിരിക്കുക, റിലാക്സ്ഡ് ആയിട്ടിരിക്കുക, വളരെ കാമായിട്ടിരിക്കുക, വളരെ കാമായിട്ടിരുന്ന് നമ്മളുടെ ഉള്ളിൽ നിങ്ങളുടെ ശരിക്കും വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുക, റിലാക്സ്ഡ് ആയിട്ടിരുന്ന് ജസ്റ്റ് ഞാൻ ഇനി ഇവിടെ ഒരു വോയിസ് പ്ലേ ചെയ്യും. പ്ലേ ചെയ്യുന്ന സമയത്ത് അത് കേൾക്കുന്നുണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തണം. ഓക്കെ. ജസ്റ്റ് ഒരു ഒരു വോയിസ് ഇവിടെ ഞാൻ പ്ലേ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് കേൾക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ജസ്റ്റ് ടെൽ മീ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് പറയൂ. യെസ്, കേൾക്കുന്നു. കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ. ഇനി ഇതിനിടയിൽ ഓക്കെ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇപ്പോഴും മ്യൂസിക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പം ഇനി എല്ലാവരും റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. കണ്ണുകൾ അടച്ചിരിക്കാം. റിലാക്സ്ഡ് ആയിട്ടിരിക്കുക, കണ്ണുകൾ അടച്ചിരിക്കുക. നിങ്ങളുടെ ശ്വസനത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. എല്ലാം നല്ല ശബ്ദങ്ങളാണ്. വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്നു. വളരെ കാമാണ്. ദീർഘശ്വാസത്തിനുള്ളിലേക്ക് എടുക്കുക. പതിയെ പുറത്തേക്ക് വിടുക. ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പതിയെ പുറത്തേക്ക് വിടുക.
കൈകൾ റിസീവർ മോഡിൽ വെച്ച് വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, പതിയെ പുറത്തേക്ക് വിടുന്നു. ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, പതിയെ പുറത്തേക്ക് വിടുന്നു. സാവധാനം ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, പതിയെ പുറത്തേക്ക് വിടുന്നു. വീണ്ടും ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, പതിയെ പുറത്തേക്ക് വിടുന്നു. കൈകൾ മലർത്തി കാലുകളിൽ വച്ചിരിക്കുന്നു. ആ കൈകളിലേക്ക്, മുൻകൈകളിലേക്ക്, കൈവെള്ളയിലേക്ക്, കൈവിരലുകളിലേക്ക് ഫോക്കസ് ചെയ്യുക. ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നത് കാണാം. മനസ്സിൽ യൂണിവേഴ്സുമായി ഞാൻ കണക്റ്റഡ് ആകുന്നു എന്ന ചിന്ത കൊടുക്കുക. യൂണിവേഴ്സിൽ നിന്ന് നിങ്ങളിലേക്കും, നിങ്ങളിൽ നിന്ന് യൂണിവേഴ്സിലേക്കും വളരെ ശക്തമായ സ്നേഹത്തിൻ്റെ ഒരു എനർജി ഉള്ളിലേക്ക് പ്രവേശിക്കും. നിങ്ങളുടെ ഉള്ളിലേക്ക് കൈകളിലൂടെ ആ എനർജി പ്രവേശിച്ച് ഷോൾഡർ, നെഞ്ച്, വയറ്, ആന്തരിക അവയവങ്ങൾ, അരക്കെട്ട്, കാലിൻ്റെ തുടയുടെ ഭാഗം, കാൽമുട്ട്, കാലിൻ്റെ മസിൽസ്, കാൽപാദം, വിരലുകൾ എന്നിവിടേക്കെല്ലാം വ്യാപിക്കുന്നു. അതുപോലെ കഴുത്ത്, ശിരസ്, മുടിയുടെ ഭാഗം, മൂർധാവ്, തലച്ചോറ്, നെറ്റിത്തടം, കണ്ണ്, മൂക്ക്, കവിളുകൾ, ചുണ്ടുകൾ, ചെവി, പല്ല്, നാവ് എന്നിവിടങ്ങളിലെല്ലാം പൂർണ്ണമായിട്ടും നിങ്ങളുടെ ശരീരം ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു.
നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആണ്. നിങ്ങൾ വളരെ കാമാണ്. വളരെ റിലാക്സ്ഡ് ആണ്. വളരെ കാമാണ്. നിങ്ങളുടെ ഉള്ളിലേക്ക് ഈ വായു പ്രവേശിച്ച്, ഒരു എനർജി പ്രവേശിച്ച് നിങ്ങളെ കൂടുതൽ കൂടുതൽ ശുദ്ധീകരിച്ച് ശാന്തതയിലേക്ക് നയിക്കുന്നു. സ്നേഹത്തിന്റെ എനർജിയാണ് ഒഴുകുന്നത്. നന്മയുടെ എനർജിയാണ് ഒഴുകുന്നത്. നിങ്ങളുടെ ഉള്ളിൽ നിറയെ സ്നേഹം നിറയുന്നു. പ്രപഞ്ചനാഥൻ, പ്രപഞ്ചശക്തി നിങ്ങളുടെ ഉള്ളിൽ സ്നേഹം കൊണ്ട് നിറച്ചിട്ടുണ്ട്. ശാന്തസുന്ദരമായ സ്നേഹം നിറഞ്ഞിരിക്കുന്ന ഈ ഒരവസ്ഥ, ഈ ഒരവസ്ഥയിൽ നിങ്ങൾക്ക് ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന, പ്രപഞ്ചനാഥൻ നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നിങ്ങളിപ്പോൾ ആലോചിക്കുന്നു. ഈ ജന്മം, ഇവിടെയുള്ള അവസരങ്ങൾ, പണം, സ്നേഹം, അറിവ്, ജോലി, കഴിവുകൾ, ബന്ധങ്ങൾ, കുടുംബം, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, മക്കൾ, ജീവിത പങ്കാളി, സുഹൃത്തുക്കൾ, അയൽപ്പക്കക്കാർ, നാട്ടുകാർ, ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തെ സന്തോഷഭരിതമാക്കുന്ന ഒരുപാട് ബന്ധങ്ങളും വ്യക്തികളും ഒക്കെ നൽകിയിട്ടുണ്ട്. എല്ലാത്തിനെക്കുറിച്ചും മനസ്സറിഞ്ഞിട്ടുള്ള നന്ദി പറയുക. ഇത്രയും കാലം ഇതിനൊന്നും വേണ്ടത്ര രീതിയിൽ നന്ദി പറഞ്ഞില്ല എന്നതിലുള്ള ഒരു വിഷമം, ആ വിഷമത്താൽ മാപ്പ് ചോദിക്കുക. ദൈവത്തോട്, പ്രപഞ്ചനാഥനോട് മാപ്പ് ചോദിക്കുക. അതിനായി മനസ്സിൽ മന്ത്രിക്കുക, ഐ എം സോറി, പ്ലീസ് ഫർഗീവ് മീ. ഐ എം സോറി, പ്ലീസ് ഫർഗീവ് മീ. നിങ്ങൾ മാപ്പ് ചോദിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്ന, വീണ്ടും വീണ്ടും സ്നേഹം നൽകുന്ന, അവസരങ്ങൾ നൽകുന്ന ആ പ്രപഞ്ചനാഥൻ ദൈവത്തിന് മനസ്സറിഞ്ഞ് എന്നും നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെ ആ ക്ഷമാപണം സ്വീകരിച്ചിരിക്കുന്നു. നിങ്ങൾ നന്ദി പറയുന്നു. താങ്ക് യു, ഐ ലവ് യു. മനസ്സിൽ മന്ത്രിച്ചുകൊണ്ടേയിരിക്കുന്നു. ഐ എം സോറി, പ്ലീസ് ഫർഗീവ് മീ. താങ്ക് യു, ഐ ലവ് യു.
I'm sorry. Please forgive me. Thank you. Love you. ആ പ്രപഞ്ചത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിയുക. ഇത്രയും കാലം ഞാൻ തേടിക്കൊണ്ടിരുന്ന സ്നേഹം, ആ പ്രകൃതിയുടെ, പ്രപഞ്ചനാഥൻ്റെ, ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളുടെ ഉള്ളിലൂടെ ജീവനായി, ജീവന്റെ തുടിപ്പായി ഈ സ്നേഹം നിങ്ങളുടെ ഉള്ളിൽ എന്നും, എത്ര കണ്ട് നിങ്ങൾ അകന്നുപോയി എന്ന് നിങ്ങൾക്ക് തോന്നിയാലും നിങ്ങളിൽ നിന്ന് അകലാത്ത, ഒരിക്കലും അകലാൻ കഴിയാത്ത വിധത്തോളം ഇഴകിച്ചേർന്ന് നിൽക്കുന്ന ആ സ്നേഹം, നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള സ്നേഹം, ഈ സ്നേഹമാണ് ഇത്രയും കാലം ഞാൻ തേടിക്കൊണ്ടിരുന്നത്. അതെൻ്റെ ഉള്ളിലാണെന്ന തിരിച്ചറിവ്, എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടെന്ന തിരിച്ചറിവിലേക്ക്, ഉള്ളിലേക്ക്, ഉള്ളിലേക്ക്, എന്നിലേക്ക് തിരിഞ്ഞു നോക്കുക. ഞാൻ തേടിയതെന്തോ അതെൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. ആ സ്നേഹം, ആ സ്നേഹമെന്ന പ്രപഞ്ചത്തിൻ്റെ സത്യം, ആ പ്രപഞ്ച സത്യം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ, ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ കൊണ്ടു നടന്ന ആ സ്നേഹമെന്ന സത്യം, പരമാനന്ദത്തിൻ്റെ സത്യം, ആ സ്നേഹം സർവ മേഖലകളിലും അത് വ്യാപിപ്പിക്കുന്നു. നിങ്ങളുടെ ബന്ധങ്ങളിലും കുടുംബജീവിതത്തിലും മക്കളിലേക്കും മാതാപിതാക്കളിലേക്കും ജീവിത പങ്കാളിയിലേക്കും അവരുമായുള്ള ഇടപെടലുകളിലും ആ സ്നേഹത്തിൻ്റെ പ്രസൻസ് നിങ്ങൾ അറിയുന്നു. നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ, സ്നേഹത്തിൻ്റെ പ്രസൻസ്. കൈകളിലേക്ക് ശ്രദ്ധിച്ചാൽ ഇപ്പോഴും അറിയാം ആ ഒരു സ്നേഹം കൈകളിലൂടെ, കൈവെള്ളയിലൂടെ ശരീരത്തിലേക്കും പ്രപഞ്ചനാഥനിലേക്കും ഒഴുകിക്കൊണ്ടേയിരിക്കുന്ന ഒരു വൈബ്രേഷൻ. കൈവെള്ളയിലേക്ക് ശ്രദ്ധിക്കുക. Take a deep breath and breathe in deeply and breathe out. Breathe in deeply and breathe out.
ഞാൻ ഇത്രയും കാലം തേടിയിരുന്ന, ഈ ലോകത്തെല്ലാവരും തേടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും മധുരമേറിയ സ്നേഹമെന്ന അത്യന്തികമായിട്ടുള്ള സത്യം ഞാൻ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന, കുഞ്ഞുനാൾ മുതൽ ഇത്രയും കാലം വരെ ജീവിച്ചതിനിടയിൽ എല്ലായ്പ്പോഴും ആഗ്രഹിച്ച സ്നേഹം, അത് മറ്റുള്ളവരിലല്ല, എന്നിൽ തന്നെ, എൻ്റെ ഉള്ളിൽ തന്നെ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഞാൻ എന്നിലേക്ക് നോക്കുന്നതിലൂടെ, എൻ്റെ ഉള്ളിലേക്ക് നോക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ, പ്രപഞ്ചനാഥൻ്റെ, ആ പ്രപഞ്ചനാഥൻ നൽകിയിരിക്കുന്ന ആ സ്നേഹത്തിൻ്റെ കണിക, ആ ഡയമണ്ട്, ആ നിധി സ്നേഹമാണെന്നും അതെൻ്റെ ഉള്ളിൽ തന്നെ ഒളിപ്പിച്ചിട്ടുണ്ടെന്നും തിരിച്ചറിയുന്ന നിമിഷമാണിന്ന്. മറ്റുള്ളവരിലല്ല, എന്നിലാണ്, എന്നിൽ മാത്രമാണ്. എന്തിനേയും ആകർഷിക്കാൻ സഹായിക്കുന്ന എന്നിൽ മാനിഫെസ്റ്റേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ, എനിക്ക് വേണ്ടതെന്നും എന്നിലേക്ക് എത്തിച്ചു തരുന്ന ഏറ്റവും സുന്ദരമായ, ഏറ്റവും ശക്തമായ ആ ശക്തി, പവർ, ആ ഊർജം എനിക്കെല്ലാം നൽകുന്ന, എനിക്ക് വേണ്ടത് എന്താണോ അതിലേക്ക് എന്നെ എത്തിക്കുന്ന എൻ്റെ ഗോൾഡൻ ടിക്കറ്റ്, അത് എന്നിലുണ്ട്, എൻ്റെ ഉള്ളിലുണ്ട്. അതാണ് ഈ ലോകത്തെല്ലാവരും തേടുന്നത്. അതാണ് പരമമായ സത്യം. ഈ ലോകം നിലനിർത്തുന്നത്, ഈ ലോകത്തെല്ലാവരും ഒരുപോലെ തേടുന്നത്, എല്ലാവരെയും ഒരു മാലയിലെ മുത്തുമണികളെ പോലെ കോർത്തു നിർത്തുന്ന, ചേർത്ത് നിർത്തുന്ന വിശ്വാസം, സ്നേഹം. ആ സ്നേഹമാണ് ഞാൻ, ആ സ്നേഹത്തിലാണ് ഞാൻ. ആ സ്നേഹത്തിൻ്റെ ഒഴുക്ക് നിങ്ങളിൽ നിന്ന് പ്രപഞ്ചത്തിലേക്കും, പ്രപഞ്ചത്തിൽ നിന്ന് നിങ്ങളിലേക്കും കൈവെള്ളയിലൂടെ ഇപ്പോഴും അറിയാൻ സാധിക്കും. അത് നിങ്ങളുടെ ഓരോ കോശങ്ങളിലും നിറയട്ടെ. ഓരോ DNA-യുടെ ഓരോ ഘടനകളിലും, ഓരോ പോയിന്റുകളിലും, ഓരോ എലമെന്റുകളിലും, ഓരോ രക്തത്തുള്ളിയിലും, ഓരോ കോശങ്ങളിലും, ഓരോ നാഡീ നരമ്പുകളിലും, ഓരോ അവയവങ്ങളിലും നിറയട്ടെ. നിറഞ്ഞ് 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 നിങ്ങളുടെ ഉള്ളിൽ നിന്ന് സ്നേഹത്തിൻ്റെ ഒരു തൂവെള്ള നിറത്തിലുള്ള പ്രകാശം, ഊർജം, ഊർജപ്രവാഹം നിങ്ങളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്നു. അത് നിങ്ങളുടെ മക്കളെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ എല്ലാം, ജീവിത പങ്കാളിയെയും എല്ലാവരെയും ഹീല് ചെയ്യുന്നു. അവരിൽ നിന്ന്
കഴിഞ്ഞത് വീണ്ടും നിറഞ്ഞൊഴുകി ഒരു വൈബ്രേഷൻ, ഒരു തരംഗ രൂപത്തിൽ ഈ സമൂഹത്തിൽ, നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ സമൂഹത്തിൽ, ഈ ലോകത്ത് എല്ലായിടത്തും ആ സ്നേഹത്തിന്റെ എനർജി നിങ്ങളിൽ നിന്നും തരംഗരൂപത്തിലേക്ക് പുറത്തേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കും. മറ്റുള്ളവരെയും അത് ഹീല് ചെയ്യാൻ അനുവദിക്കും. Take a deep breath and breathe out. Breathe in deeply and breathe out. Breathe in deeply and breathe out. Breathe in deeply and breathe out. പതിയെ ഈ സ്നേഹത്തിന്റെ എനർജി ഉള്ളിൽ നിറയെ ഫീൽ ചെയ്തുകൊണ്ട് പരമമായ സത്യത്തിലേക്ക് കണക്റ്റഡായി ആ സ്നേഹത്തിന്റെ പ്രസൻസ്, പ്രപഞ്ചനാഥന്റെ പ്രസൻസ്, നിങ്ങളുടെ സൃഷ്ടാവിനോടുള്ള നന്ദിയോടുകൂടി, സ്നേഹത്തോടുകൂടി നിങ്ങളിൽ അത്രയും ആഴത്തിൽ ഇഴചേർന്ന് നിൽക്കുന്ന ആ സ്നേഹത്തിന്റെ പ്രസൻസ് ഫീൽ ചെയ്ത് മനസ്സറിഞ്ഞ് നന്ദി പറയുക. താങ്ക് യു. ഉള്ളിൽ പറയുക, ഐ എം സോറി, പ്ലീസ് ഫർഗീവ് മീ, താങ്ക് യു, ലവ് യു. ഇത്രയും കാലം ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല, ഞാൻ കണക്ട് ചെയ്തില്ല, ഞാൻ വേണ്ടത്ര നന്ദി പറഞ്ഞില്ല. എങ്കിൽ പോലും എന്നെ ഇപ്പോഴും സ്നേഹിക്കുന്ന, എന്നെ ഇപ്പോഴും പരിഗണിക്കുന്ന, എന്നെ ഇപ്പോഴും പരിപാലിക്കുന്ന, എൻ്റെ കൂടെ ഇപ്പോഴും കണക്റ്റഡായി നിൽക്കുന്ന, ഞാൻ എത്ര അകന്നുപോയി എന്ന് ഞാൻ ചിന്തിച്ചാലും എന്നിൽ നിന്നൊരിക്കലും അകലാത്ത, എന്നിൽ എല്ലായ്പ്പോഴും എൻ്റെ ജീവൻ നിലനിർത്തിക്കൊണ്ടുപോകുന്ന, എൻ്റെ ആയുസ് വർദ്ധിപ്പിച്ചിരിക്കുന്ന ആ സ്നേഹം, നിലക്കാത്ത സ്നേഹം, മനസ്സറിഞ്ഞ് നന്ദി പറയുക. താങ്ക് യു ഫോർ ദാറ്റ് പ്രസൻസ്. ആ സ്നേഹത്തിൻ്റെ പ്രസൻസിന് ഇത് നിലനിർത്തുന്നത്. ഐ എം സോറി, പ്ലീസ് ഫർഗീവ് മീ, താങ്ക് യു, ലവ് യു. ഐ എം സോ സോറി, പ്ലീസ് ഫർഗീവ് മീ, താങ്ക് യു, love you. I'm so sorry. Please forgive me. Thank you. I love you. പതിയെ അല്പനേരം സമയം ചെലവഴിച്ചതിന് ശേഷം
ആ സ്നേഹവുമായിട്ട് സമയം ചെലവഴിച്ചതിന് ശേഷം മനസ്സറിഞ്ഞ് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് കണക്റ്റഡ് ആയിട്ട് സമയം ചെലവഴിച്ചതിന് ശേഷം പതിയെ തിരിച്ചു വരാം. നിങ്ങളുടെ പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു വരാം. നന്ദി പറഞ്ഞു തിരിച്ചു വരാം. പതിയെ കൈകൾ കൂട്ടിത്തിരുമ്മി കവിളച്ച് തടവി, കവിളത്ത് വെച്ച് തടവി, ദേഹത്തെല്ലാം തടവി റിലാക്സ്ഡ് ആയിട്ട് തിരിച്ചു വരാം. Take a deep breath and breathe out. Breathe in deeply and breathe out. Take a deep breath and breathe out. പതിയെ കൈകൾ കൂട്ടിത്തിരുമ്മി ദേഹത്തും കവിളത്തും വെച്ച് തിരിച്ചു വരാം. ആൻഡ് പതിയെ തിരിച്ചു വരാം. എല്ലാവരും വീഡിയോ തിരിച്ചു വരിക. And tell me, how do you feel? Hello? സൂപ്പറായിരുന്നു. ഇതുവരെ ചെയ്യാത്ത മെഡിറ്റേഷൻ ആയിരുന്നു. താങ്ക് യു. Good feel, sir. Thank you. Very satisfied. Calm and quiet. എല്ലാവരും കഴിഞ്ഞതില് നന്ദിയുണ്ട്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. വളരെ നല്ല മെഡിറ്റേഷൻ തന്നെയാണ്. പിന്നെ ഇടയ്ക്ക് മ്യൂസിക് മൂഡ് വന്നതുകൊണ്ട് കുറച്ചുകൂടി നല്ല ഡീപ്പായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. All right. Are you lucky? Yes, ma'am. Yes, sir. I am lucky. താങ്ക് യു. ജസാക്കല്ലാഹ്. All right. Very good. നമ്മളെല്ലാം തേടുന്നത് സ്നേഹമാണ്, അല്ലേ? നമ്മളെല്ലാം തേടുന്നത് ഈ സ്നേഹമാണ്. ഈ സ്നേഹം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഈ സ്നേഹം വെച്ചിട്ടാണ്, ഈ സ്നേഹത്തോട് കൂടിയിട്ടാണ് നമ്മൾ സ്കൈലർ എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൽ ലെവലപ്പ് എന്ന് പറയുന്ന ഈ ഒരു കമ്മ്യൂണിറ്റി അതിൻ്റെ ആദ്യ സെഷൻ ആരംഭിക്കുന്നു. എനിക്ക് പറയാനുള്ളത്, ഈ സ്നേഹമാണ് അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എല്ലായ്പ്പോഴും കൊണ്ടു നടക്കേണ്ടതും നിങ്ങളെ ചേഞ്ച് ചെയ്യാൻ നിങ്ങൾ അനുവദിക്കേണ്ടതും. നിങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും ആ പ്രവൃത്തിയിൽ ഈ സ്നേഹം കൊണ്ടുവരിക, ആ പ്രവൃത്തിയിൽ ഈ നന്മ കൊണ്ടുവരിക. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും ഈ സ്നേഹത്തോട് കൂടിയിട്ടുള്ള ഒരു അപ്രോച്ച് നമുക്ക് എന്ത് ചെയ്യണം, കൊണ്ടുവരണം.
ഈ സ്നേഹത്തിലൂടെയാണ്. ഈ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തും സാധ്യമാണ്. ഒരു വേദനയും വേദനയാകില്ല, ഒരു പ്രയാസവും പ്രയാസമാകില്ല. നിങ്ങളുടെ ഇന്റേണലി, അതായത് ആന്തരികമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ എന്താണോ ഉള്ളത്, അതാണ് നിങ്ങളുടെ എല്ലാ മേഖലയിലും പ്രതിഫലിക്കുക. ഒരു ജോലി ചെയ്യാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ടോ? അതിനർത്ഥം നിങ്ങളുടെ ഉള്ളിൽ സ്നേഹമില്ല, ശാന്തതയില്ല. മറിച്ച് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ പ്രയാസമുണ്ട്, വിഷമമുണ്ട്, സങ്കടമുണ്ട്, സമ്മർദ്ദമുണ്ട്, പിരിമുറുക്കമുണ്ട്. അവിടെ ശാന്തതയില്ല, സമാധാനമില്ല, സുഖമില്ല, സ്നേഹമില്ല. അവിടെ വഴക്കുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് നിങ്ങളോടോ ഈ ജീവിതത്തോടോ പ്രയാസമുണ്ട്, വിഷമമുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതിൻ്റെ പ്രതിഫലനമാണ് എന്ത്? നമ്മളുടെ ജോലിയിൽ കാണുന്നത്, നമ്മളുടെ പ്രയാസത്തിൽ കാണുന്നത്. ക്ലിയർ ആണോ പറയുന്നത്? ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ഡൗൺ ക്ലിയർ. ജസ്റ്റ് കമന്റ് ഡൗൺ ക്ലിയർ. ഇഫ് ഇറ്റ് ഈസ് ക്ലിയർ, ജസ്റ്റ് കമന്റ് ഡൗൺ CLR. CLR എന്ന് കമന്റ് ചെയ്തോളൂ. ജസ്റ്റ് കമന്റ് ഡൗൺ CLR. ജസ്റ്റ് കമന്റ് ഡൗൺ CLR. എല്ലാവരും കമന്റ് ചെയ്യട്ടോ. ഓക്കെ, സോ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി അല്ലേ? നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതാണ് പുറത്ത് നമുക്ക് ലഭിക്കുക. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതാണ് പുറത്ത് ലഭിക്കുക. നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ കഴിയുന്നില്ല, ഉള്ളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രയാസമുണ്ട്. അപ്പോൾ ജോലി വളരെ സത്യസന്ധമായ ഉഷാറോടുകൂടി ഉന്മേഷത്തോടുകൂടി ജോലി ചെയ്യാൻ കഴിയണമെങ്കിൽ ഉള്ളിൽ ഉന്മേഷം ഉണ്ടാവണം. ഉള്ളിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ് പുറത്തുള്ള പ്രവൃത്തി. ഉള്ളിലുള്ളതിൻ്റെ റെപ്രസെൻറ്റേഷൻ, പ്രതിഫലനമാണ്, അതിൻ്റെ പ്രതിനിധി. ഉള്ളെന്താണോ പ്രതിനിധീകരിക്കുന്നത് അതാണ് നമ്മുടെ പ്രവൃത്തിയിൽ കാണുക. ഉള്ളെന്താണോ ഉള്ളത് അതിൻ്റെ പ്രതിഫലനമാണ് പുറത്തുണ്ടാവുക. നിങ്ങളുടെ ഉള്ളിൽ സ്നേഹമുണ്ട്, സമാധാനമുണ്ട്, നന്മയുണ്ട് എങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കത് പ്രവൃത്തിയിൽ കാണാൻ കഴിയും. അപ്പോൾ ഉള്ളിൽ നന്മ, സ്നേഹം മാത്രം പോരാ, അതിൻ്റെ കൂടെ ശാന്തത വേണം. ശാന്തമായിരിക്കണം. ഉള്ളിൽ ഉന്മേഷം വേണം, നല്ല ഉന്മേഷം ഉള്ളിൽ വേണം, നല്ല ആനന്ദം വേണം ഉള്ളിൽ. അപ്പൊ ഇന്നിപ്പോ നിങ്ങൾക്കിപ്പോൾ ഫീൽ ചെയ്യുന്ന ഒരു മെഡിറ്റേഷൻ ചെയ്തപ്പോൾ ശേഷം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഉന്മേഷമുണ്ടോ? ഒരു സന്തോഷമുണ്ടോ? ഒരു തൃപ്തി ഉണ്ടോ? യെസോർണോ? ഉണ്ടോ? പറയൂ. യെസ് സർ. യെസ്. മനസ്സിലുള്ളത് എന്തൊക്കെയാ കേകി കളഞ്ഞു പോയി. സോ ആ ഉന്മേഷം, ആ ഒരു സന്തോഷം, ആ ഒരു നന്മ, അത് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ പ്രവൃത്തിയിലേക്ക് തിരിച്ചുവിടുക. ആ സ്നേഹം ഒരു ഊർജമാണ്. അതുപോലെ പലതരത്തിലുള്ള ഊർജങ്ങളുണ്ട്. അതിൽ സ്നേഹത്തിൻ്റെ ഉന്നതമായ ഊർജത്തിൻ്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പല നിമിഷങ്ങളുണ്ട്. അതിലൊരു നിമിഷമാണ് സെക്ഷൽ എനർജി എന്ന് പറയുന്ന നിമിഷം. അപ്പൊ സ്നേഹത്തിൻ്റെ ഒരു ഊർജമുണ്ട്, ശാന്തതയുടെ ഒരു ഊർജമുണ്ട്, ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഒരു ഊർജമുണ്ട്, സെൽഫ് ലവിൻ്റെ ഊർജം, അൺകണ്ടീഷണൽ ലവിൻ്റെ ഊർജം, ഡിവൈൻ ലവിൻ്റെ ഊർജം. ഇതെല്ലാം ശക്തികളാണ്. ഈ ഊർജത്തെ നമ്മുടെ ജോലിയിലേക്ക് തിരിച്ചുവിടുക. അത് കൂടുതൽ ഫീൽ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? സ്നേഹത്തിലേക്ക്, ആ ജോലിയിലേക്ക് അതിനെ സെൻഡ് ചെയ്യുക.
അതെങ്ങനെ തിരിച്ചുവിടുന്നത്? സ്നേഹത്തിലേക്ക്, നമ്മുടെ ജോലിയിലേക്ക് ആ ഒരു എനർജിയെ തിരിച്ചുവിടുക, അതിലേക്ക് കണക്ട് ചെയ്യുക. ആ ഒരു എനർജി നമ്മൾ എന്ത് ചെയ്യണം? അതിലേക്ക് കണക്ട് ചെയ്യുക. അതിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ എന്താണ്? സ്നേഹത്തോടു കൂടി ജോലി ചെയ്യുക, ഇഷ്ടത്തോടു കൂടി ജോലി ചെയ്യുക. ഉള്ളിൽ നിന്ന് ഞാൻ ഈ ഒരു യൂണിവേഴ്സിൽ നിന്നുള്ള അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഈ ഒരു സ്നേഹം, ഈ ലവ് എനർജി, ദ അൾട്ടിമേറ്റ് ലവ് എനർജി, ആ എനർജി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ജോലിയിലും പ്രവൃത്തിയിലും പ്രവൃത്തി പദ്ധതികളിലും ബന്ധങ്ങളിലേക്കും അത് തിരിച്ചുവിടുക. തിരിച്ചുവിടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അതിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യണം. നമ്മൾ അതിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? സ്നേഹത്തിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുക. ഒരു കാര്യം ഒരാൾക്ക് ചെയ്തു കൊടുക്കുമ്പോൾ സ്നേഹത്തിൽ നിന്ന് ചെയ്തു കൊടുക്കുക, നന്ദിയോടുകൂടി ചെയ്തു കൊടുക്കുക, നന്മയോടുകൂടി ചെയ്തു കൊടുക്കുക, പരാതിയില്ലാതെ ചെയ്തു കൊടുക്കുക. ജോലി ചെയ്യുമ്പം വളരെയധികം തൃപ്തനായി സന്തോഷത്തോടു കൂടി ജോലി ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ജോലി ചെയ്യുക. ഈ ജോലി ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചല്ലോ, എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. എന്താണ് ആ ഗ്രാറ്റിറ്റ്യൂഡ്? നിങ്ങൾക്ക് എന്നോട് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകാം. അതെന്താണ്? ഞാൻ നിങ്ങൾക്ക് ഈ ഒരു മെഡിറ്റേഷൻ തരുന്നു, ക്ലാസ്സുകൾ തരുന്നു, അറിവുകൾ തരുന്നു, നിങ്ങളെ നയിക്കുന്നു, ഗൈഡ് ചെയ്യുന്നു. എന്നാൽ അതിലേറെ എനിക്ക് നിങ്ങളോടൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. ആ ഗ്രാറ്റിറ്റ്യൂഡ് എന്താണ്? എനിക്ക് നിങ്ങളോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയും, നിങ്ങൾ എനിക്ക് നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട വസ്തുവായിട്ടുള്ള സമയം മാറ്റിവെച്ച് നിങ്ങൾ എന്നിൽ വിശ്വാസം അർപ്പിക്കുന്നു. സോ ഞാൻ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ നൽകുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ ഓപ്പറേറ്റ് ചെയ്യേണ്ടത് ആ ഒരു നന്ദിയിൽ നിന്ന്, എനിക്ക് ഈ അവസരം തരുന്നതിന്, നിങ്ങളുടെ സമയം എനിക്ക് വേണ്ടി മാറ്റിവെക്കുന്നതിന്, എൻ്റെ ശബ്ദം കേൾക്കാനും എനിക്ക് എൻ്റെ ക്ലാസ്സുകൾ കേൾക്കാനും എൻ്റെ മെഡിറ്റേഷനിൽ പങ്കെടുക്കാനും വിലമതിച്ച് ആ ഒരു റെസ്പെക്റ്റ് നിങ്ങൾ തരുന്നതിന്, അതിനുള്ളൊരു നന്ദി ഞാൻ അറിയിച്ചുകൊണ്ട്, ഈ ഒരു അവസരം എനിക്ക് ലഭിച്ചതിനുള്ള നന്ദി അറിയിച്ചുകൊണ്ട്, ഇതെനിക്ക് അവതരിപ്പിക്കാനുള്ള ശബ്ദം എനിക്ക് ലഭിച്ചതിന്, കഴിവ് എനിക്ക് ലഭിച്ചതിന്, സംസാരിക്കാനുള്ള കഴിവ് എനിക്ക് ലഭിച്ചതിനുള്ള ആ നന്ദിയിൽ നിന്ന്, ഗ്രാറ്റിറ്റ്യൂഡിൽ നിന്ന് ഞാൻ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആയിട്ട് മാറുകയാണ്, എനർജി ആയിട്ട് മാറുകയാണ്. ആ എനർജിയാണ്, ആ ഒരു സ്നേഹത്തിന്റെ എനർജി, ആ നന്മയുടെ എനർജി. ആ എനർജിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ഈ ജോലി ഏറ്റവും മികച്ച രീതിയിൽ എനിക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തും, അതിൽ നിന്ന് മികച്ച റിസൾട്ട് ഉണ്ടാകും. എന്നതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും ഈ എനർജി ഉണ്ട്, നന്മയുടെ, നന്ദിയുടെ എനർജി. ആ എനർജിയിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ മനഃപൂർവ്വം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങളുടെ ജോലിയിലേക്ക് എന്ത് ചെയ്യുക? പ്രവൃത്തി പദത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? കൊണ്ടുവരിക. അങ്ങനെ പ്രവൃത്തി പദത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന തിളങ്ങുന്ന വ്യക്തികളായിട്ട് മാറും. ആ തിളങ്ങുന്ന വ്യക്തികളായിട്ട് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും, വലിയ ചേഞ്ചസ് ഉണ്ടാകും, മാനിഫെസ്റ്റേഷൻ സംഭവിക്കും. നല്ല വ്യക്തികൾ, നല്ല അവസരങ്ങൾ, നല്ല അറിവുകൾ, നല്ല കഴിവുകൾ, നല്ല സമ്പത്ത്, നല്ല സമ്പൽ സമൃദ്ധി, ഇതെല്ലാം നിങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തോന്നും മിറക്കിൾസ് എന്ന് പറയുന്ന സംഗതികൾ സംഭവിക്കാൻ തുടങ്ങും. എന്താണ് മിറക്കിൾസ്? മിറക്കിൾസ് എന്ന് പറയുന്നത് ആക്ച്വലി വളരെ നന്മ നിറഞ്ഞ കാര്യങ്ങളാണ്. അത് നാച്ചുറലി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. മിറക്കിൾ അല്ല അത് ആക്ച്വലി ലൈഫ് നാച്ചുറലി അങ്ങനെയാണ്. അപ്പൊ ഈ ഫോഴ്സ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദിസ് ഈസ് നോട്ട് ഫോഴ്സ്, ദിസ് ഈസ് പവർ. ഇത് ശക്തിയാണ്. ഇത് ശക്തി നമ്മൾ മനഃപൂർവ്വം ഇടുന്ന, കൃത്രിമമായി ഉണ്ടാക്കുന്ന ഒരു ശക്തിയല്ല, മറിച്ച് പ്രകൃതിയിലുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഫോഴ്സാണ്, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ശക്തിയാണ്. അതിനെ പവർ എന്ന് വിളിക്കും. ഈ പവർ നിങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ജീവിതം എളുപ്പമാകുന്നത് കാണാൻ പറ്റും. ജീവിതം എളുപ്പമാക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? നമ്മളുടെ ഈ ഒരു സ്കൈലർ എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങളുടെ ജോലി എന്താണോ ആ ജോലി, ഏത് ജോലി ആയിക്കോട്ടെ, ആ ജോലി നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ ഈ ഒരു 2026 നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീമായിട്ട് മുറുകെ പിടിക്കേണ്ടത് ഞാൻ സ്നേഹത്തിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുമെന്നുള്ളതാണ്. ഐ വിൽ ഓപ്പറേറ്റ് ഫ്രം ലവ്. ഓപ്പറേറ്റ് ഫ്രം ലവ്. ഒന്ന് കമന്റ് ചെയ്തേ. OFL, ഓപ്പറേറ്റ് ഫ്രം ലവ് എന്ന് കമന്റ് ചെയ്തോളൂ. OFL. നിങ്ങൾ ഇഫ് യു ചൂസ് ടു ഓപ്പറേറ്റ് ഫ്രം ലവ്, OFL എന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് കമന്റ് ഔട്ട് OFL, ഓപ്പറേറ്റ് ഫ്രം ലവ്. ദാറ്റ് ഈസ് ദ തീം. ഇതായിരിക്കണം തീം. വാട്ട് ഇസ് യുവർ തീം? OFL, ഓപ്പറേറ്റ് ഫ്രം ലവ്. Whatever that you do it for out of love. You do it out of love.
നിങ്ങളുടെ ഉള്ളിൽ നിന്ന് സ്നേഹത്തിൽ, ആ ഒരു സ്നേഹത്തിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്? ഇറ്റ് വിൽ ചേഞ്ച് എവറിത്തിങ്. ഇറ്റ് വിൽ ചേഞ്ച് എവറിത്തിങ്. എവറിത്തിങ് വിൽ ബി ചേഞ്ച്ഡ്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ജെന്യൂൻലി ലവ് യുവർ ജോബ്. ആത്മാർത്ഥമായിട്ട്, സത്യസന്ധമായിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്നേഹത്തിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുക. ഫസില മ്യൂട്ട് യുവർ സെൽഫ്. ഇനി അൺമ്യൂട്ട് ചെയ്യരുത്. ഓക്കെ, ക്ലാസ് ഡിസ്റ്റർബ് ചെയ്യരുത് പ്ലീസ്. സോ ഓപ്പറേറ്റ് ഫ്രം ലവ്. സ്നേഹത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഓപ്പറേറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ സ്നേഹത്തിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്? എവറിത്തിങ് ഈസ് ചേഞ്ച്ഡ്. നമ്മളെ ജോലിയെ നമ്മൾ കാണേണ്ടത് അങ്ങനെയാണ്. എൻ്റെ ജോലി, എൻ്റെ സ്വപ്നം. നിങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് എന്ത് ചെയ്യുക? സ്നേഹത്തിന്റെ എനർജി, നമ്മൾ ഇന്നിപ്പോൾ പറഞ്ഞിട്ടുള്ള ആ ഒരു നന്ദിയുടെയും ഗ്രാറ്റിറ്റ്യൂഡിന്റെയും സ്നേഹത്തിന്റെയും എനർജിയിൽ നിന്ന് കൊടുത്തുകൊണ്ടേയിരിക്കുക. അതിലേക്ക് സെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുക എനർജി. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു ടാസ്ക് തരട്ടെ. ഇപ്പോൾ ലെറ്റ്സ് ഡു എ ടാസ്ക്. ഒരു ചെറിയൊരു ടാസ്ക് ചെയ്യുക. ആർ യു റെഡി? ഇഫ് യു ആർ റെഡി, ജസ്റ്റ് കമന്റ് ഡൗൺ. റെഡി ആൻഡ് എക്സൈറ്റഡ് എന്നുള്ളതിന് RE എന്ന് കമന്റ് ചെയ്യും. ജസ്റ്റ് കമന്റ് ഡൗൺ RE. ഒന്ന് കമന്റ് ചെയ്തോളൂ. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഏറ്റവും റിസൾട്ട് വേണ്ട ഒരു ഏരിയ തിരഞ്ഞെടുക്കുക. നിങ്ങൾ ഏറ്റവും സ്ട്രഗിൾ ചെയ്യുന്ന ഏരിയ വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ഏറ്റവും റിസൾട്ട് ആഗ്രഹിക്കുന്ന ഒരു ഏരിയ തിരഞ്ഞെടുക്കുക. അത് ആരോഗ്യമായിരിക്കാം, മനസ്സമാധാനമായിരിക്കാം, സന്തോഷമായിരിക്കാം. സന്തോഷം നിങ്ങൾ ആഗ്രഹിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ ജോലിയിലുള്ള ഒരു ഉയർച്ച, വളർച്ച, നിങ്ങളുടെ ഒരു ലക്ഷ്യം നേടുന്നതായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹം നിങ്ങളുടെ ഉള്ളിലുള്ള, നിങ്ങൾക്ക് വലിയൊരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന, ഇമ്പ്രൂവ്മെന്റ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മേഖല. അത് ജോലിയാകാം, പ്രവർത്തന മേഖലയാവാം, ഒരു വസ്തുവാവാം. നിങ്ങൾക്ക് ഒരു കഴിവ് നിങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നതായിരിക്കാം. വട്ടെവർ ഇറ്റ് ഈസ്, നിങ്ങൾക്ക് കിട്ടേണ്ട, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു റിസൾട്ട് ഉണ്ടാവുമല്ലോ. അതിന്റെ ഒരു മേഖല തിരഞ്ഞെടുക്കുക. ഒരെണ്ണം മാത്രം എടുക്കും. ഓക്കെ, ജോലിയിലെ ഉയർച്ച. ഓക്കെ, അപ്പൊ ജോലിയിലെ ഉയർച്ച എന്ന് പറയുമ്പം എന്താണ് ആ ഉയർച്ച എന്നുള്ളതൊന്ന് സാമ്പിൾ ആയിട്ട് കാണുക. പ്രൊമോഷൻ നേടുകയാണോ? അതിൽ ഇത്ര വരുമാനം ഉണ്ടാവുക എന്നുള്ളതാണോ? അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്ത് ജോലി ചെയ്യുക? എന്താണോ അതിനൊരു വ്യക്തത വരുത്തുക. രണ്ടാമത്തെ സ്റ്റെപ്പ് അതാണ്. ഒരു മേഖല തിരഞ്ഞെടുക്കുക, എന്നിട്ട് അതിനൊരു വ്യക്തത വരുത്തുക. സ്പെസിഫിക് ആയിട്ട് കാണുക. കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ജസ്റ്റ് നിങ്ങളത് ഓക്കെ ആയിട്ടുണ്ട്, ഫിക്സ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ D എന്ന് കമന്റ് ചെയ്യാം. ഇറ്റ്സ് ഡൺ. ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡൺ. ക്ലാരിറ്റി ആയിട്ടുണ്ട്, ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ D എന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, ലോക്ക് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ അതിൻ്റെ ആ റിസൾട്ടിൽ വ്യക്തമായിട്ട് ഒരൊറ്റ കാര്യം എടുക്കുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ D എന്ന് കമന്റ് ചെയ്യും. ജസ്റ്റ് കമന്റ് ഡൗൺ D. ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും നിങ്ങൾക്ക് ഏത് മേഖലയിലാണോ റിസൾട്ട് വേണ്ടത്, ആ റിസൾട്ട് വേണ്ട മേഖലയിൽ. ഈ ഒരു പ്രാക്ടീസ് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള പ്രാക്ടീസ് ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. I will teach you this technique and you practice this beautifully. എന്നിട്ട് മനസ്സിൽ നിന്ന് നിങ്ങൾക്ക് അതിലേക്ക് റിസൾട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? സ്നേഹത്തിന്റെ എനർജി ഓപ്പറേറ്റ് ചെയ്തിട്ട് സ്നേഹത്തിന്റെ ഒരു എനർജി സെൻഡ് ചെയ്യുക അങ്ങോട്ട്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എക്സസൈസ് ചെയ്യാൻ പോകുന്നത്. പതിയെ കണ്ണുകൾ അടച്ചിരിക്കുക. നിങ്ങൾ ഇടത്തെ കൈ വയറിൽ വെക്കുക, വലത്തെ കൈ നെഞ്ചിൽ വെക്കുക. ഇടത്തെ കൈ വയറിൽ വെക്കുക, നട്ടിൽ നിവർന്നിരിക്കുക. വലത്തെ കൈ നെഞ്ചിൽ വെക്കുക. ഓക്കെ, വയറിൽ മെല്ലെ വെച്ചാൽ മതി. ഈ കൈ വയറിൽ മെല്ലെ വെക്കുക, പുക്കിളുടെ അവിടെ വെക്കുക കേട്ടോ. എന്നിട്ട് ഈ വലത്തെ കൈ എന്ത് ചെയ്യുക? നെഞ്ചിൽ വെക്കുക. ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പതിയെ പുറത്തേക്ക് വിടുക. 4 സെക്കൻഡ് ഉപയോഗിച്ച് ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. 8 സെക്കൻഡ് ഉപയോഗിച്ച് പതിയെ പുറത്തേക്ക് വിടുക. ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ വയറിനുള്ളിലേക്ക് എടുക്കാൻ ശ്രമിക്കുക. വയറ് ഇങ്ങനെ വലുതാവട്ടെ. കൈകൾ വെച്ച് അറിയാം, വയറ് ഇങ്ങനെ പൊങ്ങി വരുന്നത് അറിയാൻ പറ്റും. ഇടത്തെ കൈ വെച്ചെടുത്ത് പതിയെ പുറത്തേക്ക് വിടുമ്പോൾ സാവധാനം ഇരട്ടി സമയമെടുത്ത് 8 സെക്കൻഡ് എടുത്ത് പതിയെ പുറത്തേക്ക് വിടുമ്പോൾ വയറുള്ളിലേക്ക് പോയി കംപ്ലീറ്റ്ലി വയർ ഒട്ടിപ്പിടിക്കട്ടെ. ഉള്ളിലേക്ക് മാക്സിമം വായു പുറത്തേക്ക് പോകുന്നത് വരെ ശ്വാസം ഉള്ളിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിനിടയിൽ ആ ഒരു ജോലിയെ മനസ്സിൽ കണ്ടുകൊണ്ട്
ആ ഒരു റിസൾട്ട് കിട്ടേണ്ട മേഖല ഏതാണോ ആ മനസ്സിൽ കണ്ടുകൊണ്ട് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക, ഐ എം സോറി, പ്ലീസ് ഫർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുത്തിട്ട് പറയുക, ഐ എം സോറി, പ്ലീസ് ഫർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. മനസ്സിൽ പറയുക കേട്ടോ, വായ കൊണ്ട് പറയരുത്. കൈകൾ വെക്കുന്നു, ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുക, താങ്ക് യു, ഐ ലവ് യു, താങ്ക് യു, ഐ ലവ് യു. ഇത്രയും കാലം ആ മേഖലയെ തിരിഞ്ഞു നോക്കിയിട്ടില്ല, വേണ്ട രീതിയിൽ സ്നേഹിച്ചില്ല, വേണ്ട രീതിയിൽ അറ്റൻഷൻ കൊടുത്തില്ല, പലപ്പോഴും കംപ്ലൈന്റ് പറഞ്ഞു, പലപ്പോഴും പരാതിപ്പെട്ടു, വിഷമിച്ചു. ആ വിഷമിച്ചതിന്, നെഗറ്റീവ് എനർജി സെൻഡ് ചെയ്തതിന്, എന്നിൽ നിന്ന് അകലാനും എന്നിലേക്ക് വരാതിരിക്കാനും റിസൾട്ട് ലഭിക്കാതിരിക്കാനും ഞാൻ തന്നെ കാരണമായ എൻ്റെ ഉള്ളിലുള്ള എനർജി, ഞാൻ കൊണ്ടു നടന്ന എനർജി വേണ്ട രീതിയിൽ സ്നേഹം നൽകാതിരുന്നതിന് ഐ എം സോറി, പ്ലീസ് ഫർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പതിയെ പുറത്തേക്ക് വിടുക. അതിനിടയിൽ മനസ്സിൽ മന്ത്രിച്ചുകൊണ്ടേയിരിക്കുക. ആ വസ്തുവിനെ അല്ലെങ്കിൽ ആ ഒരു ആവശ്യത്തെ മനസ്സിൽ കാണുക, ആ വ്യക്തമായിട്ടുള്ള ആ ഒരു ലക്ഷ്യത്തെ മനസ്സിൽ കാണുക, കണ്ടുകൊണ്ട് അതിലേക്ക് എനർജി, ഉള്ളിലേക്ക് എനർജി, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് എനർജി അതിലേക്ക് സെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കാം. അതിപ്പോ അകലെയാണ് കാണുന്നതെങ്കിൽ അടുത്തേക്ക് കൊണ്ടുവരിക. മനസ്സിനുള്ളിൽ കണ്ണുകൾ അടച്ചാണ് ഇരിക്കുന്നത്, മനസ്സിനുള്ളിൽ മുൻപിലേക്ക് അടുത്തേക്ക് കൊണ്ടുവരിക. അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് ആ ഒരു എനർജി നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന്, ആ സ്നേഹത്തിന്റെ ഒരു എനർജി, പിങ്ക് കളറിലുള്ള ഒരു ഊർജ പ്രവാഹം, പ്രകാശരൂപത്തിൽ, തരംഗരൂപത്തിൽ, പ്രകാശരൂപത്തിൽ നിങ്ങളിൽ നിന്ന്, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അതിലേക്കൊരു പിങ്ക് പൈപ്പ് കണക്ട് ചെയ്തതുപോലെ അതിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ആ പ്രകാശം നിങ്ങളിൽ നിന്ന് അതിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. അതിലേക്ക് ആ എനർജി കംപ്ലീറ്റ്ലി അതിനെ പൊതിഞ്ഞിരുന്നു കൊണ്ട് അതിലേക്ക് എന്ത് ചെയ്യുന്നു, ഒഴുകിക്കൊണ്ടിരിക്കുന്ന എനർജിയുടെ കൂടെ ആ സ്നേഹത്തിന്റെ ആ വാക്കുകൾ, നിങ്ങൾ ഉച്ചരിക്കുന്ന ഓരോ വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ ഉച്ചരിക്കുമ്പോൾ ആ വാക്കുകൾ എനർജി തരംഗരൂപത്തിൽ അതിലേക്ക് ചെന്ന് ആ ഒരു വസ്തുവുമായിട്ട് നിങ്ങൾ അലൈൻഡ് ആകുന്നു. നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളുമായിട്ട്, ആ സ്നേഹവുമായിട്ട് അത് ചേർന്ന് ഇടപഴകുന്ന, ഇഴകിച്ചേർന്നിരിക്കുന്നു, കണക്റ്റഡ് ആയിരിക്കുന്നു. ആ വസ്തുവിന് നിങ്ങളിലേക്ക് വരാനുള്ള സ്നേഹം, നിങ്ങളുടെ സ്നേഹം, ശക്തമായിട്ടുള്ള സ്നേഹം, ശാന്തമായിട്ടുള്ള ആ ഒരു ആത്മാർത്ഥമായിട്ടുള്ള നിങ്ങളുടെ മനസ്സിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുള്ള ആ സ്നേഹം, മനസ്സറിഞ്ഞ് സങ്കടത്തോടു കൂടിയിട്ട് ഇത്രയും കാലം കംപ്ലൈന്റ് പറഞ്ഞതിന് ആത്മാർത്ഥമായിട്ട് ഉള്ളിൽ നിന്ന് പറയുക, ഐ എം സോറി, പ്ലീസ് ഫർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു, താങ്ക് യു ഫോർ കമ്മിങ് ഇൻ ടു മൈ ലൈഫ്. എൻ്റെ ലൈഫിലേക്ക് വന്നതിന് അഡ്വാൻസ് ആയിട്ട് ഇപ്പൊ തന്നെ നന്ദി പറയുക. താങ്ക് യു ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. ഈ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് നന്ദി, ഈ ഒരു റിയലൈസേഷൻ എനിക്ക് നന്ദി. താങ്ക് യു. ഈ ഒരു സത്യം തിരിച്ചറിയാനുള്ള കാരണം ആയതിന്, എൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു ആഗ്രഹമായി നീ വന്നതിന്, ലക്ഷ്യമായി എൻ്റെത് മാറിയതിന് താങ്ക് യു. ഐ എം സോറി, പ്ലീസ് ഫർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് കൊണ്ട് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക, കൊടുക്കുക, സ്നേഹം കൊടുക്കുക. സ്നേഹം കൊടുത്തിട്ട് എന്ത് ചെയ്യുക, നിറയ്ക്കുക. എന്നിട്ട് മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുക, ഐ എം സോറി, പ്ലീസ് ഫർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഐ എം സോറി, പ്ലീസ് ഫർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. I'm sorry, please forgive me, thank you, I love you. മനസ്സിൽ നിന്ന് മന്ത്രിക്കട്ടെ. ആയിരം തവണകൾ അത് മന്ത്രിച്ചുകൊണ്ടേയിരിക്കട്ടെ. ഉള്ളിൽ നിന്ന് ആ ഒരു സത്യം മന്ത്രിച്ചുകൊണ്ടേയിരിക്കട്ടെ, ആവർത്തിച്ചുകൊണ്ടേയിരിക്കട്ടെ, പറഞ്ഞുകൊണ്ടേയിരിക്കുക, I'm sorry, please forgive me, thank you, I love you. സ്നേഹത്താൽ കണക്റ്റഡ് ആവട്ടെ. ഇനി നിങ്ങൾക്ക് ആഗ്രഹങ്ങളില്ല, മറിച്ച് സ്നേഹമേ ഉള്ളൂ. സ്നേഹമാണ് ആ ലക്ഷ്യത്തോട്, ആ ഉദ്ദേശത്തോട്, ആ താല്പര്യത്തോട്, ആ ആവശ്യത്തോട്, ആ വിഷനോട്, ആ ഡ്രീമിനോട്, ആ നീഡിനോട്
നിങ്ങൾക്ക് പ്രണയം മാത്രം. ആ പ്രണയത്തിന്റെ ശക്തി, ആ ലവ്, അത് നിങ്ങളിലേക്ക് ആ വസ്തുവിനെ അടുപ്പിച്ചു തരും. മനസ്സറിഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുക. വീണ്ടും 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 പറഞ്ഞുകൊണ്ടേയിരിക്കുക. ടേക്ക് എ ഡീപ് ബ്രെത്ത് ആൻഡ് ബ്രീത്ത് ഔട്ട്. ഇനി സാധാരണ ശ്വസിക്കുന്നത് പോലെ ശ്വസിക്കുക. ആ ഒരു സ്നേഹം കൊടുത്തുകൊണ്ടേയിരിക്കുക. മാറ്റിക്കൊടുക്കരുത്. ഒരു വസ്തുവിൽ തന്നെ നിൽക്കട്ടെ. കൊടുത്തുകൊണ്ടേയിരിക്കുക. അത് നിങ്ങളിലേക്ക് അടുത്തേക്ക് 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 വരട്ടെ. നിങ്ങളിലേക്ക് അടുത്തേക്ക് 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 വന്നു. നിങ്ങളും നിങ്ങളുടെ ഉള്ളിലേക്ക് ആ സ്നേഹം പ്രവേശിച്ചു, ഹൃദയത്തിലേക്ക് പ്രവേശിച്ചു, നിങ്ങളുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിച്ചു, നിങ്ങളുടെ ഉള്ളിലായി കഴിഞ്ഞു. നിങ്ങളുടെ ഉള്ളിൽ അതിൻ്റെ പൂർണ്ണ രൂപം ഉള്ളിലേക്ക്, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ അത്രയ്ക്കും ചേർത്ത് വെച്ചു. ആ ഒരു വസ്തുവിനെ, ആ ഒരു ലക്ഷ്യത്തെ, ആ ഒരു നീഡിനെ പ്രണയം കൊണ്ട് പൊതിഞ്ഞു അതിനുള്ളിലേക്ക് നിങ്ങൾ നിറച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ആ വസ്തുവിനെ കാണുമ്പോഴെല്ലാം, ചിന്തിക്കുമ്പോഴെല്ലാം, ഓർക്കുമ്പോഴെല്ലാം സ്നേഹത്തോടെ അല്ലാതെ നോക്കാൻ കഴിയില്ല. സ്നേഹത്തിന്റെ ഒരു ഒരു ലാളനയോട് കൂടിയിട്ട്, ഒരു സ്നേഹത്തോട് കൂടിയിട്ട് ആ ഒരു ലക്ഷ്യത്തെ, ആ ഒരു ആവശ്യത്തെ, ഒരു ഡ്രീം, ഇറ്റ് ബിക്കെയിം എ ഡ്രീം ഫോർ യു. ഇറ്റ് ബിക്കെയിം എ ഡ്രീം. ഇറ്റ്സ് ലൈക്ക് എ ബേബി. നിങ്ങളുടെ തന്നെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞു. നിങ്ങളുടെ ഉള്ളിൻ്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ വലിയൊരു സ്ഥാനം, വലിയൊരു സ്നേഹത്തോടുകൂടി, റെസ്പെക്റ്റോടുകൂടി നിങ്ങൾ അതിലേക്ക് കൊടുക്കുന്നു. സ്നേഹം കൊണ്ട് പൊതിഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടേതായി കഴിഞ്ഞു. നിങ്ങളുടെ ഉള്ളിലായി കഴിഞ്ഞു. ഇറ്റ് ഈസ് യുവേഴ്സ്. ഇറ്റ് ഈസ് ഇൻസൈഡ് യു. നിങ്ങളുടേതെന്ന് നിങ്ങൾക്കിപ്പോൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടേത് സ്വന്തമായി കഴിഞ്ഞു. നിങ്ങൾക്കിപ്പോൾ അറിയാം, എൻ്റെ ഉള്ളിൽ എൻ്റേതായി മാറിക്കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിൽ എന്താണോ സംഭവിക്കുന്നത്, എൻ്റെ ഉള്ളിൽ എൻ്റേതാണ് എങ്കിൽ എൻ്റെ റിയാലിറ്റിയിൽ അത് എൻ്റേതായി മാറി വരും. സ്നേഹിച്ച് 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 സ്നേഹം കൊടുത്ത് സ്നേഹം കൊടുത്ത് സ്നേഹം കൊടുത്ത് സ്നേഹം കൊടുത്ത് നിങ്ങൾ നിങ്ങളേതാക്കി കഴിഞ്ഞു. നിങ്ങളുടെ ഉള്ളിലായി കഴിഞ്ഞു. അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹം കൊടുത്ത് നിങ്ങളുടെ ഉള്ളിലേക്ക് അത് കൊടുത്തു കഴിഞ്ഞു. സ്നേഹത്തോടുകൂടി എത്രയും പ്രണയത്തിലായി കഴിഞ്ഞു. നിങ്ങളും ആ ഒരു ലക്ഷ്യവും പ്രണയത്തിലായി കഴിഞ്ഞു. ദിവ്യമായിട്ടുള്ള പ്രണയം, അൺകണ്ടീഷണൽ ആയിട്ടുള്ള പ്രണയം, ഒരു പരാതിയുമില്ലാത്ത, പരിഭവമില്ലാത്ത പ്രണയം, പ്രണയത്തിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യും. പ്രണയത്തിൽ നിന്ന്. താങ്ക് യു. മനസ്സറിഞ്ഞ് നന്ദി പറയുക. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഇൻ ടു മൈ ലൈഫ്. എൻ്റെ ഉള്ളിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് താങ്ക് യു സോ മച്ച് കമ്മിങ് ടു മൈ ലൈഫ്. പറഞ്ഞുകൊണ്ടേയിരിക്കുക അതിനോട്. വീണ്ടും വീണ്ടും പറയാം. ഐ എം സോറി, പ്ലീസ് ഫർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഐ എം സോറി, പ്ലീസ് ഫർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഐ എം സോറി, പ്ലീസ് ഫർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. I'm sorry, please forgive me, thank you, I love you. I'm so sorry, please forgive me, thank you, I love you. I'm so sorry, please forgive me, thank you, I love you. I'm so sorry, please forgive me, thank you, I love you. I'm so sorry, please forgive me, thank you, I love you. I'm so sorry, please forgive me, thank you, I love you. I love you so much. I'm so sorry, please forgive me, thank you, I love you. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് സ്നേഹം കൊടുത്ത്, പ്യൂർ ആയിട്ടുള്ള ലവ് കൊടുത്ത് പ്രണയിക്കുക. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിന്, ആ ഒരു വസ്തുവിന്, ആ ഒരു നീഡിന്, അതിനൊരു എനർജി ഉണ്ട്. ആ എനർജിക്ക് തിരിച്ചു നിങ്ങളുടെ സ്നേഹം തിരിച്ചറിയാൻ കഴിയാതെ പറ്റില്ല. അങ്ങനെ തിരിച്ച് നിങ്ങളെയും സ്നേഹിച്ച് നിങ്ങളുടെ കൂടെ ചേർന്ന് നിങ്ങളുടെ ലൈഫിന്റെ ഭാഗമായി നിങ്ങളുടെ ലൈഫിലേക്ക് അത് വരും. അത് വരാൻ റെഡിയാണ്.
ആൻഡ് ദാറ്റ് വി കോൾ എ മിറക്കിൾ. അതാണ് നമ്മൾ വിളിക്കുന്ന മിറക്കിൾ, മാജിക്. Take a deep breath and relax. One more round. Take a deep breath and relax. One more round. Take a deep breath and relax. ഇപ്പോൾ പ്രണയത്തോട് കൂടിയിട്ട് ആ ഒരു വസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. വല്ലാത്തൊരു സ്നേഹമുണ്ട്, വല്ലാത്തൊരു ലാളനയുണ്ട്, വല്ലാത്തൊരു പ്രണയമുണ്ട്. പ്രണയത്തോടു കൂടി ഇങ്ങനെ സുഖിച്ചിരിക്കുകയാണ്, ആനന്ദത്തിലിരിക്കുകയാണ്, ഇപ്പൊ പുഞ്ചിരിയാണ്, സന്തോഷമാണ് ആ വസ്തുവിലേക്ക് നോക്കുമ്പോൾ. ഭയമില്ല, പ്രയാസമില്ല, വിശ്വാസമുണ്ട്, സമാധാനമുണ്ട്. നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്ന നിങ്ങളുടെ ജീവിത പങ്കാളിയെ പോലെ, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്ന നിങ്ങളെപ്പോലെ, നിങ്ങളുടെ മക്കളെപ്പോലെ നിങ്ങളുടെ ആ ഒരു ആവശ്യം നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. നിങ്ങൾക്ക് അവരെ വിശ്വാസമുണ്ട്. ആ ആവശ്യത്തെ മക്കളെ വിശ്വാസമുള്ളതുപോലെ വിശ്വാസമുണ്ട്. സ്നേഹം മാത്രമാണുള്ളത്. നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്ന സ്നേഹം. മനസ്സറിഞ്ഞ സ്നേഹത്തിൽ നിന്ന് ഇനി നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. സ്വപ്നത്തെ കൊണ്ടു നടക്കാം, ആ ആവശ്യത്തെ കൂടെ കൊണ്ടു നടക്കാം. അങ്ങനെ ആവശ്യത്തിലേക്ക് വേണ്ടിയിട്ട് ആ സ്നേഹത്തോടു കൂടി ഇനി ഓപ്പറേറ്റ് ചെയ്യാം. ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാം. സ്നേഹം കൊണ്ട് പൊതിഞ്ഞ് ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാം. എല്ലായ്പ്പോഴും മന്ത്രിച്ചു കൊണ്ടേയിരിക്കുക. ഇനി ഇടയ്ക്കിടെ കോർത്തുകൊണ്ടേയിരിക്കുക. നമ്മൾ പ്രണയിക്കുന്ന നമ്മളുടെ കാമുകനെയോ കാമുകിയോ ഒക്കെ അല്ലെങ്കിൽ നമ്മുടെ ജീവിത പങ്കാളിയാൽ നമ്മൾ ആരെയാണോ പ്രണയിക്കുന്ന ഒരു വ്യക്തിയെ പ്രണയിക്കുന്നുണ്ടെങ്കിൽ ആ പ്രണയിക്കുന്ന വ്യക്തിയോട് നമുക്ക് പ്രണയം ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും ഓർത്ത് വെക്കും. അതുപോലെ ഓർത്ത് വെച്ച് മനസ്സിലേക്ക് എടുത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കാം, സോറി, പ്ലീസ് ഫർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഓൾറൈറ്റ്, പതിയെ തിരിച്ചു വരാം. കൈകൾ കൂട്ടി തിരുമ്മി മുഖത്തും കവിളത്തും വെച്ച് ഈ ഒരു തിരിച്ചു വരാം. പതിയെ തിരിച്ചു വരാം. And how do you feel? What is your feeling? അമ്പിളി മാം പറയുന്നു, താങ്ക് യു സോ മച്ച്. ആർ യു ലക്കി? യെസ്. കാണാൻ പറ്റിയോ? അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. എന്താണ്? കേൾക്കുന്നില്ല. സൗണ്ട് ഇല്ലേ? ഞാൻ പറഞ്ഞതൊന്നും കേട്ടില്ലേ? ഹലോ, കേട്ടു? സാർ ലൈക്ക് അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കൂ. ഓക്കെ. രണ്ടാഗ്രഹം കൂടെ കാണാമോ? ഓരോന്നും സെപ്പറേറ്റ് ചെയ്യാട്ടോ. ഒരുമിച്ച് ചെയ്യരുത്. ആഗ്രഹം ഒരുമിച്ച് ചെയ്യരുത്, സെപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, കേട്ടു? കേൾക്കാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് വാട്ട് ഈസ് യുവർ ഫീലിംഗ് നൗ? എന്താണ് ഇപ്പോഴത്തെ ഫീലിംഗ് എന്ന് പറയാവോ? ആ ഒരു വസ്തുവിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആങ്സൈറ്റി ഉണ്ടോ? നിങ്ങൾ എന്ത് പറയുന്നു വ്യക്തമാവാത്തത്? ഹലോ, ഒന്ന് വ്യക്തം. ഹലോ,
വിശ്വാസം വന്നു. ഓക്കെ, വെരി ഗുഡ്. ലവ് ടുവാർഡ്സ് എവറിത്തിങ്, കോൺഫിഡൻ്റ് ആയി. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ സ്കൈലർ പ്ലാറ്റ്ഫോമിൻ്റെ കൂടെ ഈ ഒരു ലെവലപ്പ് എന്ന് പറയുന്ന നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ കൂടെ ചേരുക. നമ്മളുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് കോഴ്സുകളും ഒരുപാട് കാര്യങ്ങളുമായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഇന്നത്തെ ലൈവ് മെഡിറ്റേഷനിലും അതേപോലത്തെ ഒരു പ്രോഗ്രാമിലും പങ്കെടുത്ത എല്ലാവരെയും നന്ദി അറിയിക്കുകയാണ്. It will be an amazing experience. ഇന്ന് ജോലിയോട് വിശ്വാസം തോന്നി. ഓക്കെ, വെരി ഗുഡ്. ഓൾ റൈറ്റ്. അപ്പോൾ ഇന്ന് ഡേ 1 നമ്മൾ ഇന്നിവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ EFT പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ നിങ്ങൾ അറിയുന്നുണ്ടാവും വിചാരിക്കുന്നു. EFT ബേസിക് പ്രോഗ്രാം ഈ വരുന്ന മാസം 23-ാം തീയതിയിലേക്ക് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആർക്കെങ്കിലും പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, ആ ഒരു പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ അന്വേഷിക്കാം. ഗ്രൂപ്പിൽ അതിൻ്റെ അപ്ഡേഷൻസ് ഒക്കെ വരുന്നതാണ്. ഓൾ റൈറ്റ്. അനിത മാം പറയും താങ്ക് യു, യു ആർ അമേസിങ് സർ, താങ്ക് യു. ചെയ്യുന്ന വർക്കിനോട് ഇഷ്ടം തോന്നി, വെരി ഗുഡ്. വിശ്വാസമുണ്ട്, ഫാന്റാസ്റ്റിക്. വാട്ട് ഈസ് യുവർ ഫീലിംഗ്? ഇപ്പൊ നിങ്ങളുടെ ഫീലിംഗ്സ് 1-2 ആൾക്കാരൊന്ന് പറയാമോ? വ്യക്തമായിട്ട് പറയണം, എല്ലാവരും കൂടെ ഒരുമിച്ച് പറയരുത്. ഓരോരുത്തർ എന്താണ് ഫീലിംഗ്? കാണാൻ പറ്റിയോ? ഒരാൾക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയാം. ആർക്കും ഹാൻഡ് റൈസ് ചെയ്യാം. ഹാൻഡ് റൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം പറയാം. ഫൈറൂസ, വാട്ട് ഈസ് യുവർ ഫീലിംഗ്? ജസ്റ്റ് ടെൽ മീ. Are you there? Yes, sir. Yes. പറയൂ. What is your feeling? What did you feel? I feel എനിക്ക് ഭയങ്കര സന്തോഷം. ആഹാ പിന്നെ കുറച്ച് ഇമോഷണൽ ആയിപ്പോയി. ആഹാ ആ ഒരു ലക്ഷ്യത്തെ കണ്ടോ? കണ്ടു. ഇമോഷണൽ ആയിട്ട് ശരിക്കും സ്നേഹം കൊടുത്തോ? ശരിക്കും കൊടുത്തു. അപ്പൊ ഇപ്പൊ ഫീൽ ചെയ്യുന്നതാണ് എന്റേത് മാത്രമാണ്, എന്റെ സ്വന്തമാണ്, എന്റെ ജീവിതത്തിൽ എന്റെ ഉള്ളിലേക്ക് എടുക്കാൻ പറ്റിയോ? അത് അങ്ങനെ എടുത്തോ? എടുത്തു. അതിന് കഴിഞ്ഞു. വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻ. ദാറ്റ്സ് ഓൾ വി ഹാവ് ടു ഡു. ഇത് ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. ഇത് നിങ്ങൾ കഴിയുന്നത്ര പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. എല്ലായ്പ്പോഴും ഇത് മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടക്കുക. എന്താ എടുത്തത്? എനിക്കൊരു കരിയർ വേണമെന്നുണ്ടായിരുന്നു, ജോലി. അപ്പൊ ആ ജോലി വ്യക്തമായിട്ട് കണ്ടിട്ട് ഹോം മേക്കറാണ്. അപ്പൊ എന്തായാലും അത് കൊടുത്തിട്ട് കണ്ടോളൂ മനസ്സിലേക്ക് കേട്ടോ. അത് കൊടുക്കുമ്പോ അതിന്റെ കൂടെ എന്താ വെച്ചാൽ ഫാമിലിയും എല്ലാവരെയും ടേക്ക് കെയർ ചെയ്യുന്നതും കൂടെ കാണണം കേട്ടോ. അല്ലെങ്കിൽ ജോലി മാത്രമായി പോകും. അപ്പൊ അതും കൂടെ മനസ്സിൽ കണ്ടിട്ട് എന്തേ കൊടുക്കുക. വെരി ഗുഡ്, ഐ എം റിയലി ഹാപ്പി ഫോർ യു. താങ്ക് യു സർ. യു ആർ വെൽക്കം, താങ്ക് യു. ഇനി ആർക്കെങ്കിലും ഷെയർ ചെയ്യാണ്ടോ അതേപോലെ? എനിബഡി എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്? ഹലോ സാറേ, പറഞ്ഞോളൂ. ഞാൻ ഇന്നലെ സാറ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓപ്പൺ അപ്പ് ഏത് സമയത്താണ് ചെയ്യേണ്ടത്, ഒരു പ്രശ്നം പറഞ്ഞിട്ട്. അതിന് ഇന്ന് സാറിന് മറുപടി കിട്ടിയതിന്. വെരി ഗുഡ്. അപ്പോൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാവരും ഇതെന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. വലിയ ഷിഫ്റ്റാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്നത്. കീപ് പ്രാക്ടീസിങ്. ആൻഡ് ഇന്നത്തെ ഈ ഒരു ഫസ്റ്റ് ഡേ ഒരു അടിപൊളി തുടക്കമായിട്ട് സ്കൈലർ എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ അണ്ടറിൽ ലെവലപ്പ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയുടെ ഫസ്റ്റ് ഡേ ബ്യൂട്ടിഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും നിങ്ങളൊരു 3 കാര്യങ്ങൾ ചെയ്യണം. 3 കാര്യമില്ല, ഒരു കാര്യം ചെയ്യണം. ഒറ്റ കാര്യം ചെയ്താൽ മതി. ടെക്സ്റ്റ് ആയിട്ടോ വോയിസ് ആയിട്ടോ വീഡിയോ രൂപത്തിലോ നിങ്ങൾ നമ്മളുടെ ഈ ഒരു ലെവലപ്പിൻ്റെ കമ്മ്യൂണിറ്റിയെ കുറിച്ച് ഒരു ഫീഡ്ബാക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. ഇന്നത്തെ ഫസ്റ്റ് സെഷനെ കുറിച്ച് ഒരു എക്സ്പീരിയൻസ് കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കിയ 3 സത്യങ്ങൾ, ഒരു 3 പോയിന്റ്സ് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്തു, നിങ്ങൾ എന്ത് പഠിച്ചു, നിങ്ങൾ എന്ത് തീരുമാനമെടുത്തു, നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത്, നിങ്ങൾ എന്ത് പഠിച്ചു, നിങ്ങൾ എന്ത് തീരുമാനമെടുത്തു. ഓക്കെ, എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക കേട്ടോ. ഗ്രൂപ്പിൽ കേട്ടോ, ഗ്രൂപ്പിൽ പറഞ്ഞാൽ മതി. എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും കൊണ്ട് നടക്കണം. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ സ്നേഹത്തിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുക.
ആ ഗ്രാറ്റിറ്റ്യൂഡ് ഫീഡ്ബാക്ക് രൂപത്തിൽ നിങ്ങൾ നൽകിയാൽ മതി. താങ്ക് യു സോ മച്ച് ഇന്നത്തെ സെഷനിൽ ജോയിൻ ചെയ്തതിന്. താങ്ക് യു എവ്രി വൺ ഫോർ ജോയിനിങ്. നിങ്ങൾക്ക് നല്ലൊരു ഗിഫ്റ്റ് കിട്ടി, അല്ലെങ്കിൽ നല്ലൊരു വർത്തായിരുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആണോ? എങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാവോ? അമേസിംഗ് ആയിരുന്നു അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിരുന്നു എന്നുള്ളതിന് എന്തെങ്കിലും നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. എനിക്ക് എൻ്റെ ടീമും ഞങ്ങളിവിടെ ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു ഫീലിംഗ്, ആ ഒരു ഹലോ സാർ, യെസ് പറഞ്ഞോളൂ. എനിക്കൊരു ജോലി ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ജോലി കിട്ടുകയും ചെയ്ത ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് തുടങ്ങാനുള്ള ഒരു കോൺഫിഡൻസും കിട്ടി, അതിന്റെ നിറവിൽ എത്തുകയും ചെയ്തു. വെരി അത് ഗുഡ്. തുടങ്ങി അത് നമ്മളെ എവിടം വരെ എത്താന്നുള്ള ഒരു കാഴ്ചപ്പാട് എനിക്ക് കിട്ടിപ്പോ ഈ ക്ലാസ്സിൽ. ഓക്കെ, ഹലോ തീർച്ചയായിട്ടും വളരെയധികം സാർ, അമേസിംഗ് ആയിരുന്നു. നല്ലൊരു താങ്ക് യു. മോർണിംഗ് മെഡിറ്റേഷനും ക്ലാസ്സും കിട്ടിയതിന് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി പറയുന്നു. തീർച്ചയായിട്ടും കുറച്ച് നാളുകളായിട്ട് ഇതില് ഒന്ന് വിട്ടു നിൽക്കുകയായിരുന്നു, കാരണം ഹസ്ബൻഡിന്റെ ബ്രദർ മരിച്ചതും കൊണ്ട്. അപ്പൊ ഇന്ന് എനിക്ക് ജോയിൻ ചെയ്ത ഏറ്റവും നല്ലൊരു മുഹൂർത്തത്തിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മുന്നോട്ട് പോകുന്നു. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. യെസ്, യു ആർ വെൽക്കം. താങ്ക് യു. കുറെ കാലത്തിന് ശേഷം സാർ നല്ലൊരു കിട്ടി. ഞങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡായിട്ട് എത്ര പറഞ്ഞാലും എന്ത് പറഞ്ഞാലും മതിയാവില്ല. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. താങ്ക് യു. ഐ എം റിയലി ഹാപ്പി ഫോർ എവ്രി വൺ. ഈ ഒരു ജേർണി കണ്ടിന്യൂ ചെയ്യും. ഒത്തിരി പേര് ആശിച്ചിരുന്നതായിരുന്നു ഈ മെഡിറ്റേഷൻ. കുറച്ച് ഡൗൺ ആയിപ്പോയല്ലോ, അതെപ്പോഴാ എന്നോട് ഇവരൊക്കെ ചോദിച്ചിരുന്നു. അപ്പൊ ഇന്ന് കിട്ടിയത് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഐ എം റിയലി ഹാപ്പി. ഇനി അങ്ങനെ ആവട്ടെ. നമുക്ക് എന്ത് ചെയ്യാം, ഈ ജേണി തുടരാം. നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കളെയും ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കുക, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. സോ താങ്ക് യു എവ്രി വൺ. നമ്മളൊരു ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി വീണ്ടും എന്താ പറയുക, സ്കൈലർ എന്ന് പറയുന്ന പുതിയ ജേണി, പുതിയ പ്ലാറ്റ്ഫോമിൽ, പുതിയ രീതിയിൽ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. അതൊരു നോൺ സ്റ്റോപ്പ് ജേണി ആയിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം, മുന്നോട്ട് കൊണ്ടുപോകണം. നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ആൻഡ് താങ്ക് യു എവ്രി വൺ. ഓരോ ദിവസങ്ങളും മുന്നോട്ട്. തീർച്ചയായിട്ടും. അൽഹംദുലില്ലാ, ദീർഘായുസ്സും ആരോഗ്യത്തോടെ. താങ്ക് യു. ഉഷാറാവട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു എവ്രി വൺ. ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ. ഹാവ് എ ഗ്രേറ്റ് ഡേ. നാളെ നിങ്ങളുടെ കൂടുതൽ സുഹൃത്തുക്കൾ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുക. ഇനിയുള്ള ജേണി ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതാണ്. ഓക്കെ, സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഹാവ് എ ബ്യൂട്ടിഫുൾ. താങ്ക് യു. Thank you very much. Thank you, sir. Thank you, sir. താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഫീഡ്ബാക്സുകൾ. താങ്ക് യു. Yes, sir. താങ്ക് യു സാർ.